അത് ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായി എന്നതിലേക്കാണ്. സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. ധാന്യങ്ങൾക്കും പഴങ്ങൾക്കുമടക്കം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നികുതിയിൽ ഇളവുണ്ട്. അതേസമയം റഷ്യൻ എണ്ണയെക്കുറിച്ച് പരാമർശമില്ല. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാഗേഷ്, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, ഈ കരാറിനെ കുറിച്ചുള്ള അവ്യക്തത, 2-3 ദിവസം നീണ്ടുനിന്ന പാർലമെന്റിലടക്കമുണ്ടായ വലിയ ചർച്ചകൾ, അതിനുശേഷം ഈ സംയുക്ത പ്രസ്താവന വരുന്നു. എന്തൊക്കെയാണ് അതിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്? കാർഷിക മേഖലയ്ക്കടക്കം ഊന്നൽ നൽകിക്കൊണ്ടുള്ള കരാറാണോ? രഞ്ജിത്ത്, ഏതായാലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ഇരു രാജ്യങ്ങളും ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതിനുശേഷം വലിയ വിവാദങ്ങൾ രാജ്യത്തുണ്ടായി. പ്രത്യേകിച്ച് ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. സർക്കാർ ഒളിച്ചു കളിക്കുന്നു, US മുന്നിൽ കീഴടങ്ങും തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരു വശത്ത് നിലനിന്നിരുന്നു. കാരണം ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതിൽ അല്ലെങ്കിൽ തടസ്സമായി നിന്നിരുന്നത് കാർഷിക വിപണി തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ അംഗീകരിക്കാത്തതായിരുന്നു. രണ്ടാമതായി, നേരത്തെ തീരുവയുടെ കാര്യത്തിൽ തീരുവ കുറയ്ക്കുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. അതിന് പകരമായി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന പ്രഖ്യാപനമാണ്, അവകാശവാദമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും രണ്ടു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ്. അതിലേതായാലും കാർഷിക മേഖലയെ ബന്ധപ്പെട്ട ചില ഇളവുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് US നിന്നുള്ള ചുവന്ന ചോളം, കശുവണ്ടി, ബദാം, ഒപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ, സോയാബീൻ ഓയിൽ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും എന്നാണ് ഇപ്പോൾ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50,000 കോടി ഡോളറിൻ്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്നുകൂടി സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നില്ല. പകരം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് 25% നികുതി 18% കുറച്ചു എന്ന് പറയുന്നുണ്ട്. കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% തീരുവയും ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇന്ത്യ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് US നിന്ന് കൂടുതൽ ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന ഒരു അറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% തീരുവ ഒഴിവാക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വീണ്ടും ആരംഭിച്ചാൽ ഇത് റദ്ദാക്കുമെന്ന് കൂടി ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നുണ്ട്. എന്നാൽ സംയുക്ത പ്രസ്താവനയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നില്ല. ഏതായാലും ഇന്ത്യക്ക് കൂടി ഗുണകരമാവുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. പ്രത്യേകിച്ച് 18% നികുതിയിലേക്ക് തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ തുടങ്ങിയവയുടെയൊക്കെ തന്നെ തീരുവ 18% ആവുകയും ചെയ്യും. അങ്ങനെ ചില അനുകൂലമായ ഘടകങ്ങൾ കൂടി ഇതിനൊപ്പമുണ്ട്. ഒപ്പം ഈ കരാറിൻ്റെ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന ഈ സംയുക്ത പ്രസ്താവന പ്രകാരം ഇപ്പോൾ ധാരണയിലായിരിക്കുന്ന കരാറിൻ്റെ ഭാവി കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് ചില കരാറുകൾ കൂടി ഏർപ്പെടും എന്നുകൂടി ഇപ്പോൾ ഏതായാലും ഈ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ വ്യോമ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നേരത്തെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ, ചില നിയന്ത്രണങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. അത്തരം മേഖലകൾ ഇപ്പോൾ തുറന്നു നൽകും എന്നുള്ള പ്രഖ്യാപനം കൂടി ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവന നൽകുന്നുണ്ട്. ഏതായാലും ഇനി അറിയേണ്ടത് റഷ്യൻ വിഷയത്തിൽ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പ്രകാരമാണെങ്കിൽ ഇന്ത്യ റഷ്യ വീണ്ടും ഈ എണ്ണ വാങ്ങുന്നത് പുനരാരംഭിച്ചാൽ അധിക പിഴ ചുമത്തുമെന്നാണ്. ഇനി അക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ പോലും റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായ മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ നിലപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ കാർഷിക മേഖലയിൽ ചില ഇളവുകൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിനോട് കർഷക സംഘടനകളൊക്കെ തന്നെ എങ്ങനെ പ്രതികരിക്കുന്നതും തീർച്ചയായും അതാണ് ഈ നമുക്ക് ഏറ്റവും പ്രധാനം. ഈ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട പരാമർശം അത് ഈ സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സംയുക്ത പ്രസ്താവന എങ്കിൽ പോലും കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നു റഷ്യൻ എണ്ണ വാങ്ങില്ല
എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ഒപ്പുവെച്ച പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പിന്നീട് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത് അതിൽ ഇനിയും ഇത്തരത്തിൽ റഷ്യൻ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാൽ വീണ്ടും തീരുവ വർദ്ധിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് രഞ്ജിത്ത്, അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കേണ്ടിയിരിക്കുന്നു. അത് പൊടുന്നനെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ഒരു സ്വാഭാവികമായ സഖ്യകക്ഷിയാണ് റഷ്യ. റഷ്യയുമായി ദീർഘകാലത്തെ അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ട്. പല നിർണായക ഘട്ടങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് റഷ്യ. മാത്രവുമല്ല, റഷ്യയുമായി ഇപ്പോൾ പ്രത്യേകിച്ച് 2022 ശേഷമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു നിലപാടിലേക്കൊക്കെ തന്നെ ഇന്ത്യ കടന്നിട്ടുള്ളത്. ഏതാണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 35% റഷ്യയിൽ നിന്നാണ്. നിരവധി കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു കരാറിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറേണ്ടത് അത്ര എളുപ്പം കഴിയില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ഉറപ്പ് ഇന്ത്യയിൽ നിന്ന് നൽകി അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളത് ആവർത്തിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് 25% തീരുവ ഒഴിവാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇനി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടി വരും. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തൊരു കൃത്യം വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ പീയൂഷ് ഗോയൽ സംയുക്ത പ്രസ്താവന നടത്തി. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ, വിദേശകാര്യ വക്താവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് റഷ്യയുടെ കാര്യത്തിൽ കൃത്യമായ പ്രതികരണത്തിലേക്ക് കടന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട്? അമേരിക്കയ്ക്ക് നിലപാടിനൊപ്പം നിൽക്കുമോ, അതോ റഷ്യയെ പൂർണ്ണമായി കൈവിടുമോ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും റഷ്യ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നതാണ്. അതായത് റഷ്യ പറഞ്ഞത് ഇന്ത്യക്ക് എവിടെയൊന്നും എണ്ണ വാങ്ങാനുള്ള അധികാരമുണ്ടെന്നൊരു പ്രതികരണം റഷ്യ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇന്നലെ കൃഷിമന്ത്രി അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, രാകേഷ്, ഇത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണല്ലോ. അതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരമ്പരാഗത കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളായ ഗോതമ്പ്, അരി തുടങ്ങിയവയ്ക്ക് കാര്യമായ ആഘാതം ഈ കരാറുമായി ബന്ധപ്പെട്ടില്ല. ഒപ്പം ചോളം ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുണ്ട്. ചോളം ഇറക്കുമതി കാര്യമായി ഉണ്ടാവില്ല. പക്ഷേ കാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ചോളത്തിന് മാത്രമാണ് ചില നികുതി ഇളവുകൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തുകല് പോലെയുള്ള തുടുത്തരങ്ങൾ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ. ആകെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും പരമ്പരാഗത കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമില്ലാത്ത ഒരു കരാർ എന്ന് വിശേഷിപ്പിക്കാനാകുമോ? രഞ്ജിത്ത്, ഏതായാലും സോയാബീൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശമുള്ളത്. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ അരി, ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു ഇളവ് ഏതായാലും നൽകിയിട്ടില്ല. ഏതായാലും അമേരിക്കയുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ കൃഷിമന്ത്രിയൊക്കെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൃത്യമായി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം കർഷകരുടെ പരമപ്രധാനമാണ് കർഷകരുടെ താല്പര്യം എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ക്ഷീരമേഖല, ഒപ്പം തന്നെ ധാന്യം, ആ മേഖലകളിലൊക്കെ ഒന്നും തന്നെ ഈ ഇളവ് നൽകില്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ടെക്സ്റ്റൈൽസ് രംഗത്തിന് താരിഫ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും കയറ്റുമതി വർദ്ധിക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. സ്വാഭാവികമായും ഈ സംയുക്ത പ്രസ്താവന വരുമ്പോഴും അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇനി അറിയേണ്ട വിഷയം കാർഷിക രംഗത്തുള്ളവരുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ തന്നെ കർഷകർ ഒരു സമരപാതയിലേക്ക് കടന്നിരുന്നു. കാരണം അവർ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയ്ക്ക് തുറന്നു നൽകുമ്പോൾ അവരെ വലിയ തോതിൽ ബാധിക്കും എന്ന പ്രതികരണമൊക്കെ തന്നെ അവർ നടത്തിയിരുന്നു. പക്ഷേ ചില മേഖലകൾ മാത്രമാണിപ്പോൾ അത്തരത്തിൽ ഒരു ഇളവ് അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ കർഷക സംഘടനകൾ ഇതിനോട് എങ്ങനെ കാണുന്നു എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. രണ്ടാമത്, ഇതിനോട് ഇനി കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുന്നു, പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. കാരണം പാർലമെൻറ്റ് സമ്മേളിക്കുന്ന സമയമാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ വ്യാപാര കരാറിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു, സംയുക്ത പ്രസ്താവന നടത്തുന്നു. കാരണം യൂറോപ്യൻ യൂണിയനുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെ തന്നെ ഇത്തരം സംയുക്ത പ്രസ്താവന നടത്തി. ഡൊണാൾഡ് ട്രംപ് ഇത്തരം പ്രതികരണം നടത്തിയത് പോലും ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴാണ് അറിയുന്നത്. അത് കഴിഞ്ഞപ്പോൾ 5 ദിവസം കഴിയുമ്പോഴാണ് കരാർ വരുന്നത്. അത്തരമൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതെന്തുകൊണ്ട് ഇത് വൈകുന്നു, അതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷം എങ്ങനെ സഭയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യും, സർക്കാർ അതിനെ എങ്ങനെ പ്രതിരോധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമായ കാര്യമാണ്. ഏതായാലും പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.